ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് കാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റി ആയിട്ട് കാരമൽ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ നമുക്ക് ഈ കാരമൽ സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഇനി സേമിയ പായസത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നേരിയ സേമിയയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. വറുത്ത സേമിയ ആയാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഇത് വറുത്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വറുക്കാത്തതാണ് എടുത്തത്. ഞാനിത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. അതുപോലെ ഏകദേശം ഒരു അര ബൗളോളം സേമിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തതാണെങ്കിൽ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ഗീ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച സേമിയ കൂടി ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ വഴറ്റിയെടുക്കാം. കാരണം നമ്മൾ കാരമൽ സേമിയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ നിറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇത് കണ്ടോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ കാരമൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗോൾഡൻ ബ്രൗൺ ആക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ പായസം വെക്കുന്ന പോലെയല്ല, ഇച്ചിരി കൂടെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കാൻ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്ന് തണുക്കാനായിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കാരണം ഇതിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ട് വല്ലാണ്ടങ്ങ് കളർ മാറിപ്പോകാൻ വഴിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അരക്കപ്പ് തന്നെ ഇടില്ല, ഞാൻ പറഞ്ഞല്ലോ അരക്കപ്പിൻ്റെ പകുതി മതി കേട്ടോ. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യണം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര മുഴുവനില്ലേ അത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുഴുവനായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുക. സ്പൂണോ സ്പാച്ചിലൊന്നും വെച്ചിട്ട് അതിങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ അതിങ്ങനെ മെൽട്ടായി വന്നോളൂ. ഇപ്പോൾ ഇതാ നന്നായിട്ട് മെൽട്ടായി വന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് 1/4 ടീസ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് രണ്ടും ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ, കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ചിലർക്ക് പാല് കാരമലിൻ്റെ കൂടെ ഒഴിച്ചിട്ട് ചെയ്യുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മിൽക്ക് മെയ്ഡ്. ഞാനിപ്പോൾ കാരമൽ അത് അടിക്ക് പിടിക്കാൻ ആവണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഒഴിച്ചു കൊടുത്ത് അതങ്ങ് മിക്സ് ചെയ്ത്, പിന്നെ അത് മാത്രമല്ല കളർ നല്ല കോഫി ബ്രൗൺ തന്നെ ആയി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല തിളച്ച 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം ഇത് തിളച്ച് നിൽക്കുകയല്ലേ, അപ്പോൾ അത് ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതൊന്നുകൂടെ ഒന്ന് തിള വരുന്ന സമയത്ത് വേണം നമുക്കിതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 ലിറ്റർ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എന്ന് വെച്ചാൽ കാരമലും മിൽക്ക് മെയ്ഡും ആ പാലും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളവന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് സേമിയ ഇട്ട് കൊടുക്കാം. പാല് തിളച്ച് കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ നമുക്ക് വറുത്ത് മാറ്റി വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം ഇതിൽ കിടന്നിട്ട് ഇനി സേമിയ ഒന്ന് ബാക്കിയുള്ളതും കൂടെ കുക്കായി കിട്ടാൻ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഇതാ സേമിയ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 വേവാകുന്ന സമയത്ത് തന്നെ ഇതിലോട്ട് ഏലക്ക പൗഡർ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൗഡർ ഫ്ലേവറിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ ഓരോരുത്തർക്ക് എത്രയാണ് ഫ്ലേവർ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ട് കാഷ്യൂ റൈസിൻസ് ഒന്ന് വറുത്തിടേണ്ടതുണ്ട്. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ ഗീ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നത്, നിങ്ങൾക്ക് 1.5 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/4 കപ്പ് നിറയെ, അതും കാഷ്യൂ റൈസിൻസൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഞാൻ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇതേ എണ്ണയിൽ തന്നെ ഞാൻ റൈസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/4 കപ്പ് തന്നെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഇത് കണ്ടോ, റൈസിൻസ് നന്നായിട്ട് ബബിൾസായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച സേമിയയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നല്ല കുറുകിയ സേമിയായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഒന്ന് വെച്ചിട്ട് അടച്ചു വെച്ചാൽ അത് വീണ്ടും ഒന്ന് കുറുകി വരും കേട്ടോ. സേമിയ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. അതുകൊണ്ട് ഏകദേശം ഒരു 1/4 ഭാഗം ആകുമ്പോൾ തന്നെ നമുക്ക് റൈസിൻസും കാഷ്യൂ ഒക്കെ ഒന്ന് വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇരിക്കുന്നതോറും കുറുകി വരും. അപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്